മാതാപിതാക്കളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് എന്നെപ്പോലെയുള്ള മക്കൾ ഈ ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറയും: പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് എൻ്റെ കുടുംബം. ഡോക്ടേഴ്സിന് പുറമെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരെ അബോർഷന് വേണ്ടി നിർവഹിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അംഗവൈകല്യമുള്ള വികൃത രൂപിയായ ഒരു ചോരക്കുഞ്ഞിന് മുഖം അവരുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിന്നതുകൊണ്ടാകണം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അഭിവന്ദ്യ പിതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെ, ശ്രേഷ്ഠ പുരോഹിതരെ, ഏറ്റവും പ്രിയപ്പെട്ട സമർപ്പിതരെ, മാനന്തവാടി രൂപത കുടുംബാംഗങ്ങളെ, ഇത് പുൽക്കൂടിനെ ധ്യാനിക്കുന്ന കാലമാണ്. എൻ്റെ കുഞ്ഞു വിശ്വാസത്തിൽ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തു കേന്ദ്രീകൃത കുടുംബമാണ് ബെത്ലഹേമിലെ പുൽക്കൂട്. അതുകൊണ്ടാകണം കൊട്ടാരങ്ങളുടെ പൂമത്തിയിൽ പിറന്നു വീണവരെ ലോകം വിസ്മരിച്ചപ്പോൾ കാലിത്തൊഴുത്തിലെ കീഴത്തുണിയിൽ ജനിച്ചവൻ ഈ ലോകത്തിൻ്റെ ഉത്സവമായി മാറിയത്. മാനന്തവാടി രൂപതയുടെ കുടുംബവർഷാചരണത്തിൻ്റെ സമാപന വിനാഴികയിലേക്ക് നാം കടക്കുമ്പോൾ എനിക്കൊന്നേ പറയുവാനുള്ളൂ: ഉണ്ണി പിറക്കുന്ന കുടുംബങ്ങളിൽ മഹാത്ഭുതങ്ങളുടെ മഴവില്ലുകൾ വിരിയും. ഒരു സ്കാൻഡിനേവിയൻ നാടോടി കഥ ഇങ്ങനെയാണ്. അനാഥനും അവഗണിക്കപ്പെട്ടവനും മദ്യപനും ആഭാസനുമായിരുന്നു റാഫേൽ. മദ്യപിച്ച് ലക്ക് കെട്ട് എന്നും തിരുവോരത്ത് അന്തി ഉറങ്ങിയിരുന്നവൻ. മഞ്ഞു പെയ്യുന്ന ഒരു പാതിരാത്രി ഒരു കരച്ചിൽ കേട്ട് അയാൾ ഞെട്ടി ഉണർന്നപ്പോൾ തൊട്ടരികിൽ പഴന്തുണിയിൽ പൊതിഞ്ഞ ഒരു ശിശു, ആരോ ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞ്. റാഫേൽ ഇങ്ങനെ മനസ്സിൽ കരുതി: ഇത് എനിക്കെന്റെ ദൈവം തന്ന എൻ്റെ ഉണ്ണിയേശുവാണ്. പിന്നീട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് മാറ്റങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ആ കുഞ്ഞിനെ പോറ്റി വളർത്തുവാൻ വേണ്ടി ആളാകെ മാറുകയാണ്. അങ്ങനെ റാഫേൽ ഏറ്റവും നല്ല വളർത്തച്ഛനായി, ഏറ്റവും നല്ല മനുഷ്യനായി, എല്ലാവർക്കും പ്രിയങ്കരനായി. അതേ പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും നല്ല മാതാപിതാക്കളായി, ഏറ്റവും നല്ല മനുഷ്യരായി, എല്ലാവർക്കും പ്രിയങ്കരായി മാറുന്ന മാതാപിതാക്കളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് എന്നെപ്പോലെയുള്ള മക്കൾ ഈ ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറയും: പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് എൻ്റെ കുടുംബം. ഒരു ക്രിസ്തീയ കുടുംബമെന്നത് വെറും രക്തബന്ധം കൊണ്ടുള്ള ഒരു കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് ആത്മീയതയുടെയും മൂല്യങ്ങളുടെയും ശിക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു സ്നേഹസൗധമാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഈ ബന്ധം വളരേണ്ടത് ആഴമായ ക്രിസ്തീയ ആത്മീയതയുടെ സ്വാധീനത്തിലാകണം. ഇവിടെ സംഭവിക്കുന്ന പിഴവുകളാണ് കുടുംബമെന്ന സ്വർഗത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ക്ഷണിക്കപ്പെടാതെത്തിയ അതിഥിയായതിൻ്റെ പേരിൽ അമ്മയുടെ ഉദരം ശവപ്പറമ്പാക്കുന്നവരുടെയും, സംശയിക്കപ്പെടുന്ന ദാമ്പത്യങ്ങളുടെ പേരിൽ കുലകൾ നടത്തുന്നവരുടെയും, മയക്കുമരുന്നുകളുടെ രാസലഹരിയിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവരുടെയും നെറുകേടുകളുടെ മരവിപ്പിക്കുന്ന ഗന്ധം തിരുക്കുടുംബത്തെ ധ്യാനിക്കുന്ന ഓരോ മനുഷ്യരെയും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. കെട്ടകാലത്തിന് വിഷം തുപ്പുന്ന ഇത്തരം കുടുംബ ചിത്രങ്ങളുടെ മറുപുറത്ത് കുടുംബം എന്ന വാക്കിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താതെ കണ്ണുനീരിന്റെ ഉപ്പും സന്തോഷത്തിന്റെ കുളിർ സ്പർശവുമായി മറ്റൊരു രേഖാചിത്രം തെളിയുന്നതും നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ തിരുശേഷിപ്പുകളാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പ്രിയമുള്ളവരെ, കൈപ്പേറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ആദ്യമായി വിരുന്നെത്തിയ പുതുനാമ്പിനെ ഇരു കരങ്ങളും നീട്ടി, അല്ല, ഹൃദയം കൊണ്ട് സ്വീകരിച്ച മാതാപിതാക്കളെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഉദരത്തിൽ ദൈവിക ജീവന്റെ തുടുപ്പ് ഉണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ ആ മാതാപിതാക്കളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പിന്നീടുള്ള അവരുടെ രാവുകളും പകലുകളുമെല്ലാം ഒരു താരാട്ടുപാട്ടിന്റെ താളത്തിലായിരുന്നു. ദൈവിക ജീവന്റെ തുടുപ്പ് അനുഭവപ്പെടുന്ന ആ വയറിൽ കൈകൾ വെച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ പാടി: പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൂ കരളിൻ്റെ കാതലേ, കരളിൻ്റെ
കാതലേ. പക്ഷേ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. അമ്മയെ അതികഠിനമായ ചിക്കൻ പോക്സ് എന്ന രോഗം പിടികൂടുന്നു. പ്രഗ്നൻസി പീരീഡിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഈ രോഗം പിടിപെട്ടാൽ അത് ആ കുഞ്ഞിനെ മാരകമായ രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടെത്തിയ വൈദ്യശാസ്ത്രം ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുവാൻ വേണ്ടി ആ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നു. അബോർട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഒരു നോർമൽ ബേബിയെ കിട്ടില്ല എന്ന് ഡോക്ടേഴ്സ് ഉറപ്പ് കൊടുത്തപ്പോൾ എങ്ങനെ കിട്ടിയാലും ഈ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ദൈവത്തിന് വാക്കുകൊടുത്ത് സ്വർഗത്തിന് മാത്രം മനസ്സിലാകുന്ന വാക്കുകൾ പറഞ്ഞ് 9 മാസവും 9 ദിവസവും പൊട്ടിക്കരഞ്ഞ മാതാപിതാക്കൾ. ഡോക്ടേഴ്സിന് പുറമെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരെ അബോർഷന് വേണ്ടി നിർബന്ധിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അംഗവൈകല്യമുള്ള വികൃത രൂപിയായ ഒരു ചോരക്കുഞ്ഞിന്റെ മുഖം അവരുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിന്നതുകൊണ്ടാകണം. എന്നാൽ ആ മാതാപിതാക്കൾ ഒന്നിച്ചൊരു തീരുമാനമെടുത്തു. വൈദ്യശാസ്ത്രം തന്ന തിരിച്ചറിവിനെ സ്വീകരിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ പറഞ്ഞു, അംഗവൈകല്യങ്ങളോടെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം. അങ്ങനെ കരയിൽ വീണ മീനുകളെ പോലെ അവർ ദിവസങ്ങൾ എണ്ണി എണ്ണി തീർത്തു. പരസ്പരമുണ്ടായിരുന്ന സ്നേഹവും ആകാശത്തെ തുളച്ചു കയറുന്ന പ്രാർത്ഥനയും ആയിരുന്നു അവരുടെ ഏകബലം. അങ്ങനെ 9 മാസത്തെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കപ്പുറം ആ അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ. പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. എൻ്റെ മാതാപിതാക്കളും എൻ്റെ ദൈവം എനിക്ക് തന്ന എൻ്റെ സഹോദരനുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിന്തുണയും അഭിമാനവും. ഒരുമിച്ച് യാത്രകൾ പോകുന്ന, ഒരുപാട് സമയം ചെലവഴിക്കുന്ന, ഒരുമിച്ച് സംസാരിക്കുന്ന, ശിക്ഷണങ്ങളുടെ ചൂട് അറിയാനുള്ള അവസരങ്ങൾ ഞങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പിശുക്കും കൂടാതെ ആ ചൂട് ഞങ്ങൾക്ക് നിർലോഭം തരുന്ന എൻ്റെ വീടാണ് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സ്വർഗം. എൻ്റെ കുടുംബമാണ് എൻ്റെ ലോകം. അതേ പ്രിയമുള്ളവരെ, ഓരോ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കണം അവരുടെ കുടുംബങ്ങൾ. സ്നേഹമാകുന്ന അടിത്തറയ്ക്ക് മുകളിൽ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും മേൽക്കൂരകൾ തീർത്ത് നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ആയിത്തീരട്ടെ. കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന് ഇപ്പോഴെന്നല്ല എപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലെത്താറുള്ള ആ പാട്ടിൻ്റെ ഏതാനും വരികൾ കൂടി പാടി ഞാൻ അവസാനിപ്പിക്കാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്.